ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എംസ്ക്വയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ടോപ്പിക് പോളിനോമിയലിന്റെ അടുത്ത ഭാഗമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഫാക്ടറൈസേഷൻ എന്താണ്, ഒരു എക്സാമ്പിളും കൂടി പരിചയപ്പെട്ടു. ഇനി ഈ വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസും അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇതൊരു പോളിനോമിയലാണ്. ഇതിനെങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ നോക്കാം. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാ ടേമും പരിശോധിക്കുക. എന്നിട്ട് എല്ലാ ടേമിലും കോമൺ ആയിട്ട് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ നോക്കാം. എല്ലാ ടേമിലും കോമൺ ഉണ്ടെങ്കിൽ ഏതെങ്കിലും 2-3 ടേം നോക്കാം. അതിൽ കോമൺ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ 2 ടേമുകളിൽ കോമൺ ആയിട്ട് x² എന്നത് കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് x² പുറത്തേക്ക് എടുക്കാം. x² പുറത്തേക്ക് എടുത്തു. ഇവിടെ എന്തുണ്ട്? x, ഇവിടെ 2 പ്ലസ് ഈ x+2 അതേപോലെ തന്നെ എടുത്തെഴുതി. ഇനി ഈ 2 ടേമിൽ എന്തുണ്ട്? x+2 കോമൺ ആണ് അല്ലേ? അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതാം? x+2 കോമൺ ആക്കി എടുത്ത് ഇതില് ബാക്കി x², ഇതിലെന്താണ് 1 ഇൻറ്റു x+2 ആണല്ലോ. x+2 എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1 ഉണ്ടാവും. ഇതാണ് ഈ പോളിനോമിയലിന്റെ ഫാക്ടറൈസേഷൻ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഗ്രി എന്ന കൺസെപ്റ്റ് ഫാക്ടറൈസേഷനിൽ എങ്ങനെ ചേഞ്ച് ആവുന്നുണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ അതെങ്ങനെ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഡിഗ്രി എന്ന കൺസെപ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് ഈ ടോപ്പിക്ക് വീണ്ടും കാണുക. ഈ പോളിനോമിയലിന്റെ ഡിഗ്രി എന്താണ്? ലാർജസ്റ്റ് എക്സ്പോണൻഷ്യൽ ഓഫ് ദി വേരിയബിൾ ക്യൂബ് 3 ആണ് ഇതിന്റെ ഡിഗ്രി. ഇതിന്റെ ഡിഗ്രി എത്രയാ? 1. ഇതിന്റെ ഡിഗ്രി എത്ര? 2. 1 + 2 again we get 3. അപ്പൊ ഇതിന് എന്ത് മനസ്സിലായി? ഈ ഫാക്ടേഴ്സിന്റെ ഡിഗ്രി തമ്മിൽ, ഇതൊരു ഫാക്ടർ ഇതൊരു ഫാക്ടർ, ഫാക്ടേഴ്സിന്റെ ഡിഗ്രി തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പോളിനോമിയലിന്റെ ഡിഗ്രി കിട്ടും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഈ പോളിനോമിയലിനെ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പില് നമ്മൾ കോമൺ ആയിട്ട് എന്തുണ്ടോ അതിനെ പുറത്തേക്ക് എടുക്കുന്നു. ഇതിലിപ്പോ കോമൺ ആയിട്ട് x² ഉണ്ട്. നമ്മൾ x² പുറത്തേക്ക് എടുക്കുന്നു. ബാക്കി എന്തുണ്ട്? x² + 3 + 2. ഇനി ഇതിലേതെങ്കിലും കോമൺ ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇത് ഫാക്ടേഴ്സ് ആയിട്ട് കാണുമ്പോൾ തോന്നുന്നുണ്ടോ? അതുമില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്താൽ ആൻസർ കിട്ടില്ല. അപ്പൊ നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതിയിട്ട് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് നോക്കി നമുക്ക് ഫാക്ടറൈസേഷൻ കിട്ടിയില്ല. ഇനി ഇതിനൊന്ന് മാറ്റി 2x² + x² + 2 എന്ന് എഴുതാം. ഇനി ഇതിന്ന് കോമൺ ആയിട്ട് x² എടുക്കാം. x² + 2 + x² + 2. നമ്മുടെ ഫാക്ടറൈസേഷന് വേണ്ട കാര്യത്തി x² + 2 x² + 2 ഇത് രണ്ടിലും കോമൺ ആണ്. അപ്പൊ x² + 2 നമുക്ക് കോമൺ ആക്കി പുറത്തേക്ക് എടുക്കാം. ബാക്കി എന്തുണ്ട്? x² + 1. മനസ്സിലായല്ലോ? ഇതിന്റെ ഫാക്ടറൈസേഷൻ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? x² + 2 x² + 1. നോക്കൂ, ഇതിന്റെ ഡിഗ്രി ഞാൻ ഒപ്പം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. 4 അല്ലേ ഇതിന്റെ ഡിഗ്രി. ഇനി ഫാക്ടേഴ്സിന്റെ ഡിഗ്രി നോക്കൂ. ഇതിന്റെ ഡിഗ്രി എത്രയാ? 2. ഇതിന്റെ ഡിഗ്രി 2 + 2 4. അപ്പൊ ഫാക്ടേഴ്സിന്റെ ഡിഗ്രിയും പോളിനോമിയലിന്റെ ഡിഗ്രിയും എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഫാക്ടറൈസേഷൻ എന്ന ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി അടുത്തത് നമ്മുടെ പോളിനോമിയലിന്റെ സീറോസ് എങ്ങനെ കാണാമെന്നുള്ളതാണ്. എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.